പറവൂർ നഗരസഭ വൈസ് ചെയർമാൻ MJ രാജു അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ച. MLAയുടെ ആസ്തി വികസന സ്കീമിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന മുനിസിപ്പൽ സ്റ്റേഡിയം. അടുത്തതിൽ അതിന്റെ പിൻപേജ് MLAയുടെ ആസ്തി വികസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ ആളുകൾ അന്വേഷിക്കേണ്ടതാ. പക്ഷെ നഗരസഭയുടെ ആസ്തി വികസനമൊന്നും ഉണ്ടായിട്ടില്ല. ക്രിക്കറ്റ് അസോസിയേഷന്റെ പിന്നെ അത് കൂടാതെ മാലിന്യ നീക്കത്തിന് നമ്മുടെ മാലിന്യ നീക്കത്തിന്റെ വണ്ടിയുടെ സ്ഥിതി അറിയണ്ടത് വീണ്ടും സ്റ്റേഡിയം. അങ്ങനെ പടങ്ങൾ ഇപ്പോ ഇത്തവണ പിന്നെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശതോത്തര ജൂബിലി സ്മാരക ഓഡിറ്റോറിയം 22-21 ഈ പടമൊക്കെ എവിടെ നിന്ന് കിട്ടണത്? ഇത് ആരടിച്ചു തരണത്? പിന്നെ പുതിയ ആയുർവേദ ആശുപത്രി ഇത്തവണയുണ്ട് ശതാബ്ദി മന്ദിര സ്മാരകം. അത് വേറെ ഇപ്പൊ ഷേപ്പ് ഒന്ന് മാറ്റി. ഷട്ടർ 4 നോക്കി, മറ്റേതിൽ 2 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നുള്ളൂ. ഇത് 4 ഇതിൽ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയം. അണലി പെറ്റി കിടക്കാണ് അവിടെ. അണലി പെറ്റി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷോത്തരയെന്നറിയാം. ഒരാൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥിതിയിലാ സ്റ്റേഡിയം. ഇത്തവണയും നിങ്ങൾ പെടുത്തിയിട്ടുണ്ട്. ഈ പടം ഏതോ ഹൈദരാബാദിലാട്ടെ ഉള്ള സ്റ്റേഡിയത്തിന്റെ പടവും ഇന്റർനെറ്റിൽ നിന്നിട്ട് ഓസ്ട്രേലിയയില്. പിന്നെ അതിലും വലിയ മനോഹരമായ ഒരു സംഭവം പൊള്ളാച്ചിയിലെ കാലി വളർത്തലുകാരുടെ ഇത് പരിശോധിക്കണ ഒരു സെന്ററാണിത്. ഇദ്ദേഹം അതിൽ കൂടി പോയപ്പോ കണ്ട പടമാണ്. ഇത് എവിടെ നിന്ന് കിട്ടണം നിങ്ങൾക്ക്? അത് അങ്ങനെ പിന്നെ തൂത്തുക്കുടിയിലെ ഒരു പ്രവർത്തന സംഗതി. അത് തമിഴ്നാട്ടിലുള്ള പെണ്ണുങ്ങള്. ഇവിടെ ഇപ്പൊ അതേപോലെ തന്നെ നിലനിർത്തുന്ന ഈജിപ്ഷ്യൻ സർക്കാരിനെ പറ്റിയാണ് ജോർജ് കുളങ്ങര സഞ്ചാരത്തിൽ പ്രതിപാദിച്ചതെങ്കിൽ അദ്ദേഹത്തിന് പറവൂർക്ക് വരാം. തീർച്ചയായും ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം പറവൂർക്ക് വരുമ്പോ 1959-ലും 2018-ലും പ്രളയം ബാധിച്ച കേരളത്തിന്റെ രൂപരേഖ നിങ്ങൾക്ക് വടക്കം പറവൂരിൽ നിന്ന് കാണാം. അതിലൂടെ ഞാൻ സഞ്ചരിക്കുകയാകുന്നു എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മളുടെ ഗവൺമെന്റ് ആശുപത്രിയുടെ ശിഥിലീകരിച്ച ദ്രവിച്ചു വീഴാറായ കെട്ടിടങ്ങൾക്കിടയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മളുടെ കോടതിയുടെ ആ പഴയ രൂപം, ദ്രവിച്ച ആ പഴയ രൂപം ഇപ്പോഴും ദർശിക്കാം. മുൻപ് പഴയ രാജാക്കന്മാർ കുതിരവണ്ടിയിലൂടെ നടന്നു പോയപ്പോ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് നിന്ന അതേ അവസ്ഥയിൽ ഇപ്പോഴും അത് സൂക്ഷിക്കുകയാണ്. ആ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അവിടുത്തെ ടൈലുകളെല്ലാം ചിന്ന ഭിന്നമായി ഇന്നും സൂക്ഷിക്കുന്ന ഒരു നഗരമായിട്ട് നമ്മുടെ പറവൂർ നഗരം നിൽക്കുന്നു എന്ന് ജോർജ് കുളങ്ങരയ്ക്ക് ഈ സഞ്ചാരം ചാനലിലൂടെ നമ്മുടെ പറവൂരിനെ പറ്റി പറയാനുണ്ടാവുമായെന്നുള്ള ഒരു സന്തോഷകരമായ കാര്യമുണ്ട്. മാത്രമല്ല നളന്ദ, തക്ഷശില ഇതിലൊക്കെ പണ്ട് ഈ ഓരോരോ ചെറിയ ഈ വാൾട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി വിൽക്കുക, സാധനങ്ങൾ കൈമാറാനൊക്കെ ചെറിയ ഈ എന്താ പറയാ ചന്ത പോലെ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും പറവൂർ നഗരത്തിൽ അത് സൂക്ഷിക്കുകയാണ്. നമ്മുടെ പറവൂർ നഗരത്തിൽ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി ആ തക്ഷശിലയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയ കെട്ടിടങ്ങളായിട്ട് പഴയ കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു എന്താ പറയാ അതിന് നമ്മള് വഴിയോര കച്ചവട കേന്ദ്രം നമ്മൾ നിലനിർത്തിയിരിക്കുന്നു. 20 ലക്ഷം 2024-25 21 ലക്ഷം. അപ്പോഴിവിടെ കാണിച്ചിരിക്കുന്നത് 1 ലക്ഷത്തിന്റെ വർധനവാണ്. തണ്ണീർക്കൊമ്പന്റെ ഗതിയാണ് ഈ ബഡ്ജറ്റിന് പറ്റിയിരിക്കുക. അതാണ് എന്നെ ഇതിലൂടെ ചൂണ്ടിക്കാണിച്ചത്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആരോഗ്യവകുപ്പാണ്. പറവൂർ നഗരത്തിൽ ആരും സൂചിപ്പിക്കാത്ത കാര്യം പറഞ്ഞ ആവർത്തനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആരോഗ്യവകുപ്പ് ടൗണില് ഡെങ്കിപ്പനി കൂടിയ ആളുകൾ ദുരിതത്തിലാണ്. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുകയാണ്. പൊതു നശീകരണത്തിന് യാതൊന്നും നമ്മുടെ പ്രദേശത്തെ സുഖമില്ലാത്ത ആളുകളെ, വയോജനങ്ങളെ എല്ലാവരെയും അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സാർ. ഇവിടെ പലരും രാഷ്ട്രീയമൊക്കെ പറഞ്ഞാൽ കിടക്കാൻ ആഗ്രഹിക്കില്ല. ഏത് പെൻഷൻ കൊടുത്തിട്ട് 5-6 മാസമായി സെൻസും ഭരിക്കുന്നുണ്ട്. ഞാൻ കടന്നു പോകണില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും
ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും നമ്മൾ അഡ്രസ് ചെയ്യാൻ ഈ ബഡ്ജറ്റ് എല്ലാ എല്ലാ മേഖലയിലും ഓഫീസ് നവീകരണത്തിന് ഇവിടെ വരുന്ന ആളുകൾക്കുള്ള സൗകര്യം ഗവൺമെന്റിന്റെ എക്സ്പാർട്ട് കൊണ്ട് ഞാൻ നിഷേധിക്കുന്നത് ഇപ്പൊ പുതിയ പരിഷ്കാരങ്ങൾ നടക്കുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ പറവൂർ നഗരസഭയിൽ നിന്ന് ലഭിക്കുന്ന ഒട്ടേറെ സേവനങ്ങൾ നമ്മൾ ഓൺലൈൻ സേവനങ്ങളാക്കിയില്ലേ? ഹെൽത്തിൽ നിന്നുള്ള മുഴുവൻ സേവനങ്ങളെല്ലാം സർട്ടിഫിക്കറ്റുകളും ഓൺലൈനായി മാറിയില്ലേ? ബഹുഭൂരിപക്ഷം